മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ കൈയോടെ പൊക്കിയിരിക്കുന്നു. ഗണേഷ് കുമാറിനെ ഏറലാക്കി വീണ്ടും കാലം. ഗണേഷ് കുമാറിന്റെ സ്വന്തം ഭാര്യ അങ്ങയുടെ അവിഹിതം കൈയോടെ പൊക്കിയിരിക്കുന്നു. അതും മറ്റെവിടെ നിന്നുമല്ല, സ്വന്തം വീട്ടിൽ, സ്വന്തം കിടപ്പുമുറിയിൽ നിന്ന്. ഇതിനപ്പുറം ഇനിയും എന്ത് വേണം ഈ മനുഷ്യനെ ചാണകം തെളിച്ച് പുറത്താക്കാൻ? ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി. കണ്ടത് എനിക്ക് വട്ടാണോ? ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എൻ്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്, ഫോട്ടോസ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന്. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നിട്ടും ഗണേശന് താൻ സമൂഹത്തിന് മുന്നിലും തന്നെ മന്ത്രിയാക്കിയ ജനങ്ങൾക്ക് മുന്നിലും ചീഞ്ഞു നാറുന്നു എന്ന് തോന്നലുണ്ടായില്ല. അതെല്ലാം അഭിമാനമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അയാൾ ചെയ്തത്. കൈകാലിട്ടടിക്കുകയാണ് ന്യായീകരിക്കാൻ. താൻ ചെയ്തിട്ടില്ലെന്നൊരു കള്ളം പറയാൻ പോലും ശ്രമിക്കുന്നില്ല. ആത്മാഭിമാനത്തോടെ പറയുകയാണ്, ചിലപ്പോൾ അങ്ങനെയുണ്ടാകും, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ആരും ഇടപെടേണ്ടതില്ലെന്ന്. ഒന്നല്ല, 5000 പേരെ ഗണേഷ് കുമാർ പ്രേമിക്കുന്നുണ്ടെന്ന്. ഇത്രയൊക്കെ കൈമുതൽ ഉള്ളിൽ ഒളിപ്പിച്ചാണ് അണ്ണൻ രാഹുൽ മാങ്കുട്ടലിനെ തേക്കാൻ നടത്തിയിരുന്നത്. DYFIക്കാരോടും മറ്റു കുട്ടിസഖാക്കളോടും ഒരു അപേക്ഷയുണ്ട്. അല്പം രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ, നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ രാഹുലിനെറിഞ്ഞ കല്ലിന്റെ ബാക്കി കൊണ്ട് ഗണേശനെ ഒന്ന് എറിഞ്ഞാൽ നന്നായിരുന്നു.